പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. UDTF കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ പണിമുടക്ക് പൊതുയോഗം സംഘടിപ്പിച്ചു. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് UDTF കൊച്ചി നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ തോപ്പുംപടി BOT പാലത്തിന് സമീപം പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേന്ദ്രത്തിന്റെ തൊഴിലാളി ദ്രോഹ നടപടികളെക്കുറിച്ച് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ വിശദീകരിച്ചു. UDF കൊച്ചി മണ്ഡലം ചെയർമാൻ PH നാസർ ഉദ്ഘാടനം ചെയ്തു. ഒരു ദേശീയ പണിമുടക്കിന് ആഹ്വാനം നടത്തിയിരിക്കുകയാണ്. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ സമരം ഇന്നലെ അർദ്ധരാത്രിയിൽ ആരംഭിച്ചു. ഇന്ത്യ മഹാരാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വിപുലമായ ഒരു സമര രംഗമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ STU ജില്ലാ സെക്രട്ടറി റഷീദ് കായിക്കര അധ്യക്ഷത വഹിച്ചു. ഈ സമരത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഈ സമരം എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട്, തൊഴിലാളികളെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം ആലോചിച്ചതിന് ശേഷമാണ് ഇന്ത്യ രാജ്യത്ത് ഇതേപോലെ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു സമരം പ്രഖ്യാപിച്ചു. കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് PP ജേക്കബ്, കൊച്ചി UDTF ചെയർമാൻ മുഹമ്മദ് ജറീസ്, UTUC ജില്ലാ സെക്രട്ടറി KB ജബ്ബാർ, CN നടരാജൻ, കൗൺസിലർ ലിസി സുമി, PH ഷിഹാബ്, KC ടോമി, അരുൺ ഗോപി, KK നദീർ, അവറാച്ചൻ നെട്ടുങ്ങൽ, രാജേഷ് കുമാർ, PM അസ്ലം, ഹരീഷ് എന്നിവർ പ്രസംഗിച്ചു. KK താഹ, അജേഷ് പള്ളുരുത്തി, മിനി സാബു, മീന രാജൻ, ഷബ്ന നൌഷാദ്, PM താജുദ്ദീൻ, ഷഹീർ അമ്മാർ, നൌഷാദ് KR, സജിമോൻ AY, ഫസലുർ റഹ്മാൻ, ഷാജി CH, സിരാദ് ഹുസൈൻ, ഫ്രെഡി തോപ്പുംപടി, ജോഷി കണ്ണമാലി, ജാസ്മിൻ ജോർജ് എന്നിവർ നേതൃത്വം നൽകി. തൊഴിലാളിവിരുദ്ധ നയങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രമല്ല കേരള ഗവൺമെന്റിന്റെയും തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പലതുണ്ട്. അതും കൂടി ഈ കൂട്ടത്തിൽ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഒരുപാട് സമരങ്ങൾ നടന്നു, ആശാ വർക്കർമാരുടെ സമരങ്ങൾ നടന്നു. മഴയും വെയിലും കൊണ്ട് ഒരു കൊല്ലത്തോളം സെക്രട്ടറിയുടെ മുന്നിൽ ഇരുന്നു, തിരിഞ്ഞു നോക്കിയില്ല. അതുപോലെ തന്നെ തൊഴിലുറപ്പ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.